ശ്രീ കാളി സഹസ്രനാമ സ്തോത്രത്തിലെ മൂന്നാമത്തെ സ്തോത്രമായ ഊർവശി ഉന്നത ഉഗ്ര മഹോഗ്ര ഉന്നതസ്ഥിനി ഉഗ്ര ചണ്ഡോഗ്ര നയന മഹോഗ്ര ദൈത്യ നാശിനി. ഇതില് ആദ്യം ഊർവശി എന്ന് പറഞ്ഞാല് ഊർവശി എന്ന അപ്സരസിന്റെ രൂപമുള്ളവൾ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും മുകളിലുള്ളവളെ, വിശാലമായ സൗന്ദര്യമുള്ളവളെ, അങ്ങനെയും അമ്മയെ വർണ്ണിക്കാം. പിന്നെന്താണ് അടുത്ത വാക്ക്? ഉന്നത എന്ന് പറഞ്ഞാല് ഉയർന്ന, ഉന്നതമായ, ശ്രേഷ്ഠമായ, അല്ലെങ്കിൽ എല്ലാവർക്കും മുകളിൽ നിൽക്കുന്നവളാണ് നമ്മുടെ ഉഗ്ര എന്ന് പറഞ്ഞാൽ ഉഗ്രരൂപിണി, ഭയങ്കരി. അതായത് ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ അസുരന്മാരുടെ ഉഗ്രരൂപിണിയായിട്ടിരിക്കുന്നവളെ, അങ്ങനെയും അമ്മയെ വിശേഷിപ്പിക്കാം. അടുത്ത വാക്ക് ഉന്നതസ്ഥനി, ഉയർന്ന് പൊങ്ങിയ ശ്രേഷ്ഠമായ മാറിടമുള്ളവളെ അല്ലെങ്കിൽ സ്ഥലമുള്ളവളെ, മാതൃഭാവമാണ് അമ്മയുടെ സൂചിപ്പിക്കുന്നത്. ഉഗ്ര ചണ്ഡോഗ്ര നയന എന്താണ്? ഉഗ്രമായ ചണ്ഡമായ അഗ്നി പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ ഉള്ളവളെ. മഹോഗ്ര ദൈത്യനാശിനി, മഹോഗ്ര എന്ന് പറയുന്നത് അസുരന്മാരെ വധിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ആണ് നമ്മുടെ അമ്മ. ദൈത്യന്മാരെ അല്ലെങ്കിൽ അസുരന്മാരെ നശിപ്പിക്കുന്ന ക്രോധത്തോടു കൂടി ഉഗ്രമായ തീക്ഷ്ണമായ രൂപത്തോടു കൂടിയാണ് അമ്മ അസുരന്മാരെ നശിപ്പിക്കുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞാല്, സിമ്പിളായിട്ട് പറഞ്ഞാല്, അമ്മ ഭദ്രകാളി അമ്മ വളരെ സൗന്ദര്യമുള്ളവളും അല്ലെങ്കിൽ ഊർവശിയെ പോലെ അല്ലെങ്കിൽ ഊർവശിക്ക് അപ്പുറമായിട്ടുള്ളവളെ പോലെയും, എന്നാൽ ദുഷ്ടന്മാരുടെ മുന്നിൽ അത്യുഗ്രരൂപിയുമാണ് നമ്മുടെ ദേവി. അമ്മയുടെ കോപം ഉഗ്രമാണ്, സിംഹത്തെ പോലെ ഗർജിക്കുന്നവളാണ് ദേവി. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുള്ള അമ്മ ഉഗ്രയായി അസുരന്മാരെ മുഴുവനും നശിപ്പിക്കുന്നവളുമാണ് ശ്രീഭദ്രകാളി. ഈ വരി നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? ശത്രുദോഷം മാറാൻ ഉപയോഗിക്കാം, പേടി മാറാൻ ഉപയോഗിക്കാം, തടസ്സങ്ങൾ നീങ്ങാൻ, ധൈര്യം കിട്ടാൻ, എല്ലാത്തിനും ഈ വരികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന രൂപം കൂടിയാണ് നമ്മുടെ അമ്മ. സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞതാ. അതിൽ ഉന്നതായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളതാണ് അമ്മ. എല്ലാ ദേവന്മാരെക്കാളും ഉന്നതയായവള്, ആകാശത്തോളം ഉയർന്ന ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ശക്തിയുള്ളവളാണ് ശ്രീഭദ്രകാളി. ഭക്തർക്ക് നമ്മളെ ഉയർത്തുന്നവള്, ജീവിതത്തിൽ താഴ്ന്നു പോയവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതും നമ്മുടെ അമ്മയാണ്. സഹസ്രനാമത്തിലെ ഓരോ നാമവും അമ്മയുടെ ശക്തിയാണ്, പവറാണ്.